ഹായ്, മൈസെൽഫ് ഡോക്ടർ ഫായിസ് മൂസ. ഞാനിന്നിവിടെ ഒരു ഹെൽത്ത് കെയർ ടെക്ക് ബന്ധമായിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് ആശയമായിട്ടാണ് വന്നിരിക്കുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പം കോഴിക്കോട് ജില്ലയിൽ വർക്ക് ചെയ്യുന്ന കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ഡോക്ടർ ലീവ് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിനൊരു സബ്സ്റ്റിറ്റ്യൂഷൻ അവിടെ തന്നെ ഉണ്ടാവും. നേരെ മറിച്ച് നമ്മൾ കുറച്ചൊരു റൂറൽ സെമി അർബൻ ഏരിയസിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഇപ്പം ഒരു ഡിപ്പാർട്ട്മെൻറ്റ് റൺ ചെയ്യുന്നത് ഒരു സിംഗിൾ ഡോക്ടറായിരിക്കും. ആ സിംഗിൾ ഡോക്ടർ ഇപ്പം നാളെ എനിക്കൊരു ലീവ് വേണം എന്ന് പറഞ്ഞല്ലേ, ഇപ്പം ഞാനൊരു ലീവ് എടുത്തിട്ടാണ് വന്നത്. എനിക്ക് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് എമർജൻസിയാണ്. ഞാൻ ഈ ലീവ് എടുത്ത് വന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റ് പൂട്ടിയിടണം, അതല്ലെങ്കിൽ ഞാനൊരു സബ്സ്റ്റിറ്റ്യൂഷനെ അറേഞ്ച് ചെയ്യണം. ഈ സബ്സ്റ്റിറ്റ്യൂഷനെ അറേഞ്ച് ചെയ്യുക എന്നുള്ളത് ഞങ്ങൾ 2016 മുതൽ സ്മോൾ ക്ലിനിക്സ്, 1 ഡോക്ടർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടുള്ള സ്മോൾ ക്ലിനിക്സ്, അതുപോലെ സിംഗിൾ ഡോക്ടർ റൺ ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ്സിലൊക്കെ നമ്മൾ ഡോക്ടർ ലീവിന് പോവുകയാണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷനെ നമ്മൾ 2016 മുതൽ വാട്സപ്പ് ത്രൂ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇന്നത് ഏകദേശം 60 വാട്സപ്പ് ഗ്രൂപ്പ്സും അറൗണ്ട് 8,000 ഡോക്ടേഴ്സ് ഇൻ ഹാൻഡ് ആയിട്ടുള്ള വലിയൊരു കമ്മ്യൂണിറ്റി ആയിട്ട് വളർന്നിട്ടുണ്ട്. ആ കമ്മ്യൂണിറ്റിയിൽ നമ്മളിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ മാനുവലി ഡോക്ടേഴ്സിനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ മാനുവലി അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതിന് ഒരുപാട് ടൈം കൺസ്യൂംസ് ഉണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ അതുകൊണ്ടുണ്ട്. അത് ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വരും. അപ്പം നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതൊരു ഓട്ടോമേറ്റഡ് AI പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതായത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു റിക്വയർമെൻറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇപ്പോൾ നാളെ ഒരു ഡോക്ടർ ആവശ്യമുണ്ട് എന്നുള്ളൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഓൺ ദ ബോർഡ് നമ്മളിപ്പം ഈ 8,000+ ഡോക്ടേഴ്സുള്ള ഈ 8,000 ഡോക്ടേഴ്സിന് അറ്റ് ദ സ്പോട്ടിൽ ഒരു നോട്ടിഫിക്കേഷൻ പോവും. അതായത് ഇന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇന്ന റിക്വയർമെൻറ്റ് ഉണ്ട് എന്നുള്ള നോട്ടിഫിക്കേഷൻ പോയി കഴിഞ്ഞാൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് അത് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. ഇതിൻ്റെ സ്കെയിലബിലിറ്റി എന്ന് പറയുന്നത് ഇപ്പം കേരളത്തിൽ 1 lakh രജിസ്റ്റേർഡ് ഡോക്ടേഴ്സ് ഉണ്ട്. 1 lakh രജിസ്റ്റേർഡ് ഡോക്ടേഴ്സിൽ 8,000 ആൾക്കാരെ നമ്മളെ കയ്യിലുള്ളൂ. അപ്പം ഇത്രയും കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് സ്കെയിൽ ചെയ്യാൻ പറ്റും. ഇന്ത്യ മൊത്തം നോക്കുകയാണെങ്കിൽ 13 ലക്ഷം And that's all your time. Thank you so much. Okay. And now the judges, over to you, please. First question, നിങ്ങൾ AI എന്ന് പറഞ്ഞത് ഇതിൽ എവിടെയാണ് ഉപയോഗിക്കുന്നത്? അതായത് ഈ സോർട്ട് ഔട്ട് ചെയ്യാനുള്ള ഇപ്പം ചില ആൾക്കാർക്ക് ഇപ്പം ഞാൻ എമർജൻസി ഡിപ്പാർട്ട്മെൻ്റ് ആണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിന് ഡോക്ടർ ആവശ്യം വരിക കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ എന്നുള്ള രൂപത്തിലായിരിക്കും, ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ ഡോക്ടർ എന്നുള്ള രൂപത്തിലായിരിക്കും, എമർജൻസി മെഡിസിൻ ഡോക്ടർ എന്നുള്ള രൂപത്തിലായിരിക്കും. 3 രൂപത്തിലും വരാം. അതിൽ ഏതാണ് എന്നുള്ളത് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ചിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം എന്നുള്ളതാണ്. അതായത് ഡോക്ടർ ഇപ്പോൾ എല്ലാവരും എല്ലാ ഡീറ്റെയിൽസും കൊടുത്തോളണമെന്നില്ല. അവർ കൊടുക്കുന്ന ഡീറ്റെയിൽസ് ചിലപ്പം ഒരു ചിലപ്പോൾ ഞാൻ എമർജൻസി മെഡിസിനിൽ എനിക്ക് പ്രാവീണ്യം ഉണ്ട് എന്നുള്ളത് ഞാൻ എൻ്റെ പോർട്ട്ഫോളിയോയിൽ കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ അത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ആ പോർട്ട്ഫോളിയോ മൊത്തം വായിച്ചാലായിരിക്കും ചിലപ്പോൾ മനസ്സിലാവുണ്ടാവുള്ളൂ. അപ്പോൾ ഈ മാനേജ്മെൻറ്റ്, അതായത് ഈ ആളാണ് ആപ്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യാൻ അത് ഉപയോഗിക്കാമെന്നുള്ളതാണ്. And now humbly requesting Mr. Abhay Dilip and the team to kindly join with us. Myself Mohammad Zakaria and this is Abhay Dilip. നമ്മൾ MES കല്ലടി കോളേജിലെ ബിവോക് ഡാറ്റാ സയൻസ് സെക്കൻഡറി സ്റ്റുഡൻസ് ആണ്. ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടിരിക്കുന്ന നമ്മുടെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ പർപ്പസ് തന്നെയാണ്. അതിൽ നമ്മുടെ ഐഡിയയുടെ ഒരു ഓവർവ്യൂ എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസിനെ കൂടുതൽ എൻകറേജ് ചെയ്യുക, അതുപോലെ എഡ്യൂക്കേഷണൽ പർപ്പസിൽ AI ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. ഇതിൽ നമ്മളെ പ്രോബ്ലം എന്ന് പറയുന്നത് ഇപ്പം സ്റ്റുഡൻസിന് ഇപ്പോൾ ഈ ഒരു ഇത്രയും അപ്ഡേറ്റഡ് ആയിട്ട് പോലും അവർക്ക് എഡ്യൂക്കേഷൻ കൂടുതൽ രീതിക്ക് നല്ല രീതിക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അതുപോലെ പേരൻസിന് നമ്മളെ സ്റ്റുഡൻസിൻ്റെ ഒരു ഗോൾസും അതുപോലെ അവരുടെ താല്പര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. ഇതിൽ നമ്മൾ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ഒരു ട്യൂഷൻ ആപ്പ് എന്ന രീതിയിലാണ്. ഈ ട്യൂഷൻ ആപ്പിൽ ഒരു ടീച്ചേഴ്സും കാര്യങ്ങളൊന്നും അല്ല പഠിപ്പിക്കുന്നത്, ഫുള്ളി AI ആയിരിക്കും. ഈ AI തന്നെ കുട്ടികളെ മോണിറ്റർ ചെയ്യും, അനലൈസ് ചെയ്യും, എല്ലാ കാര്യങ്ങളും ചെയ്യും. ഇതിൽ പിന്നെ ഒരു സ്പെഷ്യൽ ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേ രീതിയിൽ സിലബസ് പഠിച്ചു പോകാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു AI കുട്ടിയെ അനലൈസ് ചെയ്യുമ്പോഴത്തേക്ക് കുട്ടി എത്ര വലിയ പൊട്ടൻഷ്യലുള്ളതാണ്, ലോ പൊട്ടൻഷ്യലാണോ ഹൈ പൊട്ടൻഷ്യലാണോ എന്ന് AI തന്നെ തിരിച്ചറിഞ്ഞിട്ട് AI തന്നെ ആ സിലബസ് റെഡ്യൂസ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് അതിൻ്റെ കൂടെ നമുക്ക് ഒരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഡുവലിംഗോ ആപ്പില്ലേ, അതേപോലെ ഓരോ മെഷീൻസ് വെച്ചിട്ട് അത് കംപ്ലീറ്റ് ചെയ്ത് പഠിക്കുന്ന രീതി, പിന്നെ വീഡിയോ കാണിച്ച് ആനിമേഷൻ രൂപത്തിൽ കാണിച്ച് പഠിക്കുന്ന രീതി, പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ വേറൊരു AI ബാക്ക്ഗ്രൗണ്ടിൽ അനലൈസ് ചെയ്യുന്നുണ്ട് ഈ കുട്ടിയുടെ കരിയർ പാത്ത് ഏതാണെന്ന്. ഈ കുട്ടിയുടെ കരിയർ ക്യാരക്ടറിൻ്റെ രൂപത്തിൽ ക്യാരക്ടറും ആറ്റിറ്റ്യൂഡും എല്ലാം കൂടി വെച്ചിട്ട് കുട്ടിയുടെ ഏതിൽ പോയി കഴിഞ്ഞാലാണ് ഈ കുട്ടി ഏറ്റവും നല്ലതായിട്ട് പെർഫോം ചെയ്യുന്നതെന്നുള്ളത് കറക്റ്റായിട്ട് പറഞ്ഞു തരും.
പിന്നെ നമ്മുടെ ഇതിനകത്ത് ബിസിനസ് മോഡൽ എന്ന് പറഞ്ഞാൽ ഫ്രീമിയം വെർഷൻ തന്നെയാണ്. അതിനകത്ത് ഫ്രീ വെർഷനും ഉണ്ടാവും, പ്രീമിയം വെർഷനും ഉണ്ടാവും, പിന്നെ B2B സ്കിൽസും B2C സ്കിൽസും. An interesting concept, but the time ends now, and over to the judges. നിങ്ങൾ AI വെച്ച് അനലൈസ് ചെയ്യുമെന്ന് പറഞ്ഞു. അതെങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത്? ഒന്ന് ഫേഷ്യൽ റെക്കഗ്നിഷനും വെച്ചിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ കുട്ടിയുടെ പ്രീവിയസ് ആയിട്ടുള്ള കുറച്ച് ഡേറ്റാസ് കൊടുത്തു കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ പ്രീവിയസ് ആയിട്ടുള്ള കുറച്ച് ഡേറ്റാസ് വയ്ക്കും. ആ ഡേറ്റ മാത്രം വെച്ച് നമുക്ക് പറ്റിയല്ലോ. അല്ല, അത് മാത്രമല്ല, പിന്നെ ലൈവായിട്ട് കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ പഠിക്കുന്നതിൻ്റെ ഒരു അൽഗോരിതം നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. AI വെച്ചിട്ട് അൽഗോരിതം സെറ്റ് ചെയ്ത് ഈ കുട്ടി എത്ര നേരം കൊണ്ട് ഇന്ന സാധനം അച്ചീവ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി അങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത് ഈ കുട്ടീനെ. സോ അതിൻ്റെ ടൈം പീരീഡ് എത്രയാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ? മീൻസ് നമ്മൾ എങ്ങനത്തെ ടൈം പീരീഡ് ചോദിച്ചത്? ലൈക്ക് ഒരു കുട്ടിയെ അനലൈസ് ചെയ്ത് നിങ്ങൾ അതിൻ്റെ ഔട്ട്പുട്ട് വെച്ചാണല്ലോ നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ മിനിമം ഒരു 1 month എങ്കിലും കുട്ടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് കുട്ടി അനലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ. സോ പ്രോപ്പറായിട്ട് ഒരു ദിവസം 1 മണിക്കൂറായിട്ട് യൂസ് ചെയ്താൽ മതി, കൃത്യമായിട്ട് പഠിക്കാനും പറ്റും. ഓക്കെ. നിങ്ങൾ പറഞ്ഞു പെയ്ഡും ഉണ്ട്, ലൈക്ക് ഫ്രീ വേഷനും ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ആ ഒരു സിനാരിയോയിൽ ഇതെങ്ങനെയാണ് സ്റ്റുഡൻസ് ലൈക്ക് പെയ്ഡ് ഉള്ളവർക്ക് മാത്രമാണോ ഈ അനലൈസിങ് പ്രോസസ്സ് ഉള്ളത്, അല്ലെങ്കിൽ അൺപെയ്ഡ് ആയിട്ടുള്ളവർക്കും ഈ പ്രോസസ്സ് നടത്തുന്നത്? അല്ല, ഈ ഫ്രീ വെർഷൻ്റെ അകത്ത് വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് മാത്രമേ കാണത്തുള്ളൂ. പ്രീമിയം വെർഷൻ്റെ അകത്താണ് കൂടുതൽ ഫീച്ചേഴ്സ് ഉള്ളത്. പിന്നെ വേറൊരെണ്ണമെന്നുള്ളതെന്ന് വെച്ചാൽ B2B ഉണ്ട്. നമ്മൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർക്ക് ഇത് ഫുള്ളായിട്ട് എടുക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ കൂടെ സ്കൂളിൽ കോളേജിലൊക്കെ ആണെങ്കിൽ ഈ വിഷ്വൽ VR ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിനുള്ള ടൂൾസൊക്കെ കൊടുത്താണ് നമ്മൾ വിടുന്നത്. ഇച്ചിരി അഡ്വാൻസ് എന്ന് പറയുന്നത് B2B ആയിട്ടുള്ള സ്കെയിലപ്പാണ്. ഓക്കെ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ഇതിപ്പം ലൈക്ക് നിങ്ങളിപ്പോൾ ഫുൾ അനലൈസ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈവസി കൺസേണിൻ്റെ കേസോ? പ്രൈവസി നമ്മുടെ ഒരു ഡ്രോബാക്ക് എന്നുള്ളതെന്ന് പറഞ്ഞാൽ ഒരു പ്രൈവസിയുടെ ഒരു ഡേറ്റ പ്രൈവസി ഒന്ന്. പിന്നെ രണ്ടാമത്തത് ഒരു ഹൈ ആയിട്ടുള്ള കോമ്പറ്റീറ്റേഴ്സാണ്, ടെക് കോമ്പറ്റീറ്റേഴ്സാണ്. ഈ 2 ഡേറ്റാസാണ് നമ്മൾ തൽക്കാലത്തേക്ക് നമുക്ക് നിൽക്കുന്നത്. Thank you so much, judges, and all the best to the both of you. And now, yes, with us we have got a very young team, and that is the beauty of the Scale Up, because ഇവിടെ വരുന്ന നമ്മളുടെ attendees അല്ലെങ്കിൽ നമ്മളുടെ കോമ്പറ്റ് ചെയ്യുന്നവർ, there is no age limit. So welcoming onto the stage the very young, the very promising team of Mr. Aman Mohammad. And all excited to listen to you. Are we ready? All right, so your timing shall be 2 minutes. Please have a look at the monitor, and it starts. Cities are drowning with waste on streets, in landfills, even in ocean. Traditional waste collection is slow, ineffective, and expensive. Most of the waste are not being recycled, leading to pollution and wasted resources. This is not just a problem, it's a crisis. We need a smarter, faster, and more sustainable solution. Introducing Crobot, a robotic waste management ecosystem that collects, sorts, and turns waste into reusable values. Robots collect waste from houses, cities, factories, and coastal areas. AI-powered sorting ensures maximum value recycling. Our production unit turns waste into biofuel, compost, and reusable materials. Crobot doesn't just clean, it creates value. Crobot is not just an idea, it's happening. We secured an investor for our prototype. Our system is scalable, efficient, and ready to launch. Crobot will redefine waste management on a global scale. We are building the future right now. Crobot is not just a waste collector, it's a movement. By integrating AI, robotics, and sustainable waste management, we are turning waste into an opportunity. From homes to industries, cities to coastal areas, Crobot is building a world where waste is no longer wasted. Crobot is the future of waste management. The time is now. Join us at Crobot to make the world a waste-free planet. Beautiful, and of course that applause says it all, and we should give them a special round of applause for, first of all, they are these young people and they are thriving with that entrepreneurial spirit, and second off, in all പേർക്കും ചെറിയ fear ഉണ്ട്, but they are conquering the fear and they are just taking it off. So special round of applauses to all 4 of you. So are we ready to take up with the judges? Shall we go ahead with the judges? All right, so to judges please. സോ ഷോർട്ടായിട്ടൊന്ന് നിങ്ങൾ എന്താണ് സ്പെസിഫിക് ആയിട്ട് ചെയ്യണമെന്നുള്ളതെന്ന് പറയുമോ? ബേസിക്കലി പറയുകയാണെങ്കിൽ
കളക്ട് ചെയ്യും, സോർട്ട് ചെയ്യും, ട്രാൻസ്ഫോം ചെയ്യും, റീറ്റെയിൽ ചെയ്യും വേസ്റ്റിന്. ഓക്കെ, ഇതിൽ എന്തൊക്കെ പ്രോസസ്സാണ് ചെയ്യുന്നത് സോർട്ടിങ്ങിലും അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്സിലും? കളക്ഷൻ എല്ലാ വിധ സ്ഥലത്തും കളക്ട് ചെയ്യും. പിന്നെ സോർട്ടിങ്ങിൽ പല ടൈപ്പ് വേസ്റ്റ് ഉണ്ടല്ലോ, ഡ്രൈ, ഓർഗാനിക്, അങ്ങനെ തരം തിരിച്ചിട്ട് നമ്മൾ കളക്ട് ചെയ്യും. എന്നിട്ട് ഇതിനെ റീസൈക്കിൾ ചെയ്യും. ഇപ്പോൾ എക്സാമ്പിൾ പറയാം, പ്ലാസ്റ്റിക് നമ്മൾ പൈറോലിസിസ് പറഞ്ഞ സംബന്ധിച്ച് ഫ്ലെയിമബിൾ ആയിട്ടുള്ള ഓയിൽ, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്ത് കിട്ടുന്ന ബൈ പ്രൊഡക്ട്സ് ഒക്കെ നമ്മൾ റീറ്റെയിലായി ചെയ്യാനാണ് നമ്മളെ പ്ലാൻ. ഓക്കെ, ഇതിൽ ഇപ്പം നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് റേസ് ചെയ്തെന്ന് പറഞ്ഞു, എന്തിന് അഗെയിൻസ്റ്റ് ആണ്? പ്രോട്ടോടൈപ്പ് ബിൽഡ് ചെയ്തിട്ടാണോ അതോ നിങ്ങൾ ഐഡിയ പ്രസൻറ്റ് ചെയ്തിട്ടാണോ? എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് റേസ് ചെയ്തത്? ഐഡിയ പ്രസൻറ്റ് ചെയ്തിട്ട് പ്രോട്ടോടൈപ്പിനാണ് നമുക്കിപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടിയത്. ഓക്കെ, ഇപ്പോൾ പ്രോട്ടോടൈപ്പ് എവിടം വരെ ആയി ഓൾറെഡി ഡെവലപ്മെൻറ്റ്? ഞങ്ങളിപ്പോൾ പ്രോട്ടോടൈപ്പിനെ പറ്റി ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിത്തിൻ ഫ്യൂ മന്ത്സ് പ്രോട്ടോടൈപ്പ് റെഡിയാവും. ഓക്കെ, താങ്ക് യു. Welcome. Thank you so much and best wishes. Now joining with us we have got Miss Shahana Sherry. Hello, ഞങ്ങൾ ദിസ് ഈസ് അവർ ടീം, ഷാന ഷെറിയ മുഫ്സിദ ഫർസാന. ആൻഡ് ഞങ്ങൾ സെലക്ട് ചെയ്ത പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, സ്ത്രീകൾ മെൻസ്ട്രേഷൻ ടൈമിൽ യൂസ് ചെയ്യുന്ന സാനിറ്ററി നാപ്കിൻസ്, ഓർഡിനറി സാനിറ്ററി നാപ്കിൻസ് എന്ന് പറയുന്നത് വിച്ച് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 90% ഓഫ് പ്ലാസ്റ്റിക്. അപ്പോൾ അത് ഡിസ്പോസൽ ചെയ്താൽ ഡിഗ്രേഡബിൾ അല്ല. പിന്നെ നെക്സ്റ്റ് പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, നമ്മളത് കത്തിച്ച് കളയാണ്, ഇൻസിനറേറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഡയോക്സിൻ പോലെയുള്ള കെമിക്കൽസ് റിലീസ് ചെയ്യുന്നത് എൻവിറോൺമെൻറ്റൽ പൊല്യൂഷൻ കോസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇംപ്രോപ്പർ ഡിസ്പോസൽ ആണെങ്കിൽ വാട്ടർ പൊല്യൂഷൻ, സീവേജ് ക്ലോഗിങ്, അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതിന് സൊല്യൂഷനായിട്ട് കൊണ്ടുവന്നതാണ് എക്കോ ഫ്രണ്ട്ലി ആൻഡ് ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള ഒരു സാനിറ്ററി നാപ്കിൻ ഫ്രം നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് യൂസിങ് നാച്ചുറൽ അബ്സോർബൻ മെറ്റീരിയൽസ്. അതായത് നമ്മുടെ സാനിറ്ററി നാപ്കിന് ഡിഫറെൻറ്റ് ലെയേഴ്സ് ഉണ്ട്. അതിൻ്റെ ഫസ്റ്റ് ലെയർ വിച്ച് ഈസ് മെയ്ഡ് ഫ്രം മോയ്സ്ചർ വിക്കിംഗ് ഫാബ്രിക് വിച്ച് ഈസ് എ ടൈപ്പ് ഓഫ് ഫാബ്രിക് വിച്ച് ഈസിലി അബ്സോർബ് മോയ്സ്ചർ. And next, moving to the second layer, the bamboo fiber which is impregnated with neem and turmeric, which give antibacterial and antifungal properties for our product. And third layer, which is made from arachnid fibers. Arachnid fibers നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൃഷി ചെയ്യുന്ന ഒരു സാധനമാണ്. അതിൻ്റെ ഹസ്ക് എന്ന് പറഞ്ഞൊരു വേസ്റ്റ് പ്രോഡക്റ്റ് ആണ്. അപ്പോൾ അതിന്ന് ഹസ്കിൽ നിന്ന് സോഫ്റ്റ് ഫൈബേഴ്സ്, ഹാർഡ് ഫൈബേഴ്സ് സെപ്പറേറ്റ് ചെയ്ത് സോഫ്റ്റ് ഫൈബേഴ്സിനെ പ്രോസസ്സ് ചെയ്തിട്ടാണ് നമ്മൾ സോഫ്റ്റ് ഫൈബേഴ്സാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഓർഡിനറി സാനിറ്ററി നാപ്കിൻസിൽ സോഡിയം പോളിഅക്രിലേറ്റ് പോളിമേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അതെന്ന് പറയുമ്പോൾ സ്ത്രീകളിൽ സ്കിൻ ഇറിറ്റേഷനും കുറച്ച് ഹോർമോണൽ ഡിസ്ട്രപ്ഷൻസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതിന് പകരം നാച്ചുറൽ അബ്സോർബൻ മെറ്റീരിയൽസ് ആയിട്ടുള്ള ബ്രൗൺ ആൽഗെ, സോഡിയം ആൽജിനേറ്റ് ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ലാസ്റ്റ് ലെയർ വിച്ച് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ബയോപ്ലാസ്റ്റിക് ഫ്രം കോൺ ആൻഡ് മൈസ്. ആൻഡ് ദ കീ ഫീച്ചേഴ്സ് ഓഫ് എ പ്രൊഡക്റ്റ് ആർ വിച്ച് ഈസ് ഫ്രം നാച്ചുറൽ മെറ്റീരിയൽസ്, ബയോഡിഗ്രേഡബിൾ, നോ ഹാർംഫുൾ കെമിക്കൽസ് ആൻഡ് ഹൈ അബ്സോർബൻസി. ആൻഡ് നെക്സ്റ്റ് ഇമ്പാക്റ്റ് ഓഫ് അവർ പ്രൊഡക്റ്റ്, ഞങ്ങൾ ഇതെന്താ വെച്ചാൽ വുമൺ എംപവർമെൻറ്റ് ആൻഡ് ഞങ്ങളിത് കുടുംബശ്രീ യൂണിറ്റ്സ് വഴിയാണ് ഇതാക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം റൂറൽ പോപ്പുലേഷനിലുള്ള വുമൻസിന് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ സംഭവം എത്തിക്കാമെന്നാണ് ഇതിൽ. And that was quite a sustainable idea. And over to the judges. ഇപ്പോഴത്തെ കറണ്ട് സ്റ്റേജ് എന്താണ് പ്രോഡക്റ്റിൻ്റെ? ഞങ്ങൾ പ്രോട്ടോടൈപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തെടുത്ത അപ്പോൾ പ്രോട്ടോടൈപ്പ്. ഇനി അത് ഫ്യൂച്ചറിൽ ടെസ്റ്റിംഗ് വല്ല നടത്തിയിട്ടുണ്ടായിരുന്നു? ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഇവാലുവേഷൻ, അബ്സോർപ്ഷൻ കപ്പാസിറ്റി ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓർഡിനറി സാനിറ്ററി നാപ്കിനേക്കാളും അബ്സോർപ്ഷൻ കപ്പാസിറ്റി ഹൈ ആണ്. പിന്നെ നെക്സ്റ്റ് ടെസ്റ്റിംഗ് ഒക്കെ കുറച്ച് ഹൈ ലെവലുള്ള കാര്യങ്ങളാണ്, അത് ചെയ്തില്ല. മീൻസ് pH കെമിക്കൽ ടെസ്റ്റ് ലൈക്ക് സ്കിൻ ഇറിറ്റേഷൻ ടെസ്റ്റ് ലൈക്ക്. അപ്പോൾ എത്രയാണ് കോസ്റ്റ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? കോസ്റ്റ് എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു പാഡ് 8 റുപ്പീസിനാണ് സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ പ്രൊഡക്ഷൻ കോസ്റ്റും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു 3 റുപ്പീസിൻ്റെ അടുത്ത് പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിലാണ് പ്രൊഡക്ഷൻ ഉദ്ദേശിക്കുന്നത്. മേക്കിംഗ് കോസ്റ്റ് 5 റുപ്പീസ് ആണ് ഉദ്ദേശിക്കുന്നത്. യെസ്. താങ്ക് യു. താങ്ക് യു. Thank you so much, Shahana, and your partner. You may now kindly step down. All the best. And now joining with us we have got Mr. Mohammad Jinshed. Mr. Mohammad Jinshed and his partner. The timing is 2 minutes, so please have a look at the monitor. And your time starts now. I'm Mohammad Jinshed from Aimer Business School. Muhammad Bashir from Aimer Business School. ഞാനൊരു MBA റെസിഡൻഷ്യൽ സ്റ്റുഡൻ്റ് ആണ്. അതായത് തന്നെ ഞാൻ എപ്പോഴും ഹോസ്റ്റലിലാണ് നിൽക്കാറ്. അപ്പോൾ നമുക്ക് പുറത്തുനിന്നുള്ള ഫുഡാണ് കൂടുതൽ കഴിക്കാറ്. അങ്ങനെ കൂടുതൽ ഇത് കൺസ്യൂം ചെയ്തപ്പോൾ എനിക്കും എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഗട്ടിന് പ്രോബ്ലംസ് വരാൻ തുടങ്ങി. ഇത് കൂടുതലായി ഈ പ്രോബ്ലം വന്നപ്പോൾ ഞാൻ എൻ്റെ ഒരു അറിയുന്ന ഫാമിലി ഡോക്ടറിനോട് കൺസൾട്ട് ചെയ്തപ്പോൾ
ഡോക്ടർ എന്നോട് പറഞ്ഞു ഇത് നമ്മളെ ഗട്ടിലില്ല മൈക്രോ ബയോമിൻ്റെ ഇംബാലൻസ് കാരണമാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിനെന്താ സൊല്യൂഷൻ ഞാൻ ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ പ്രോബയോട്ടിക്സ് ആണ്. ഞാൻ അന്നാണ് ഈ പ്രോബയോട്ടിക്കിനെ കുറിച്ച് കേൾക്കണത് തന്നെ. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്തപ്പോൾ ഇന്ത്യയിൽ $2 ബില്യൺ മാർക്കറ്റ് സൈസ് ഉണ്ട് പ്രോബയോട്ടിക്. അതുപോലെ തന്നെ പിന്നീട് ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ നമ്മുടെ കേരളത്തിൽ യങ്ങിൽ ഏകദേശം ഒരു 1 മന്തിൽ 12 ടൈംസോളം നമ്മളെ യൂത്ത് പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. ഇത് ഫുഡ് കഴിക്കണമെന്നല്ല, ഇതിന് ഉള്ളിലേക്കുള്ള മൈക്രോബയോം നമ്മൾ കൊടുക്കണില്ല. അപ്പോൾ ഞങ്ങൾ അതിനൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഗഡ്സി പ്ലസ് പറഞ്ഞിട്ടൊരു ഡ്രിങ്കാണ് ഇറക്കുന്നത്. ഗഡ്സി പ്ലസ് വി മേക്ക് യുവർ ഗട്ട് വഴി ഫ്രീ. നമ്മുടെ പോസ്റ്റ് കോവിഡിന് ശേഷം ഇന്ത്യയിലെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള സെക്ടറാണ് വെൽനെസ്. വെൽനെസ് തന്നെ നോക്കുകയാണെങ്കിൽ ന്യൂട്രാസ്യൂട്ടിക്കൽസ്, ദാറ്റ് മീൻസ് ന്യൂട്രീഷൻ സപ്ലിമെൻറ്റ്സ്. ന്യൂട്രീഷൻ സപ്ലിമെൻറ്റ്സിൽ വരുന്നതാണ് പ്രോബയോട്ടിക്സ്. അക്കോർഡിംഗ് ടു കെൻ റിസർച്ച് ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ $70 ബില്യൺ ആണ് പ്രോബയോട്ടിക്സിൻ്റെ മാർക്കറ്റ്. അതിൽ നമ്മൾ ഇന്ത്യ നോക്കുകയാണെങ്കിൽ അക്കോർഡിംഗ് ടു ഐമാർക്ക് റിസർച്ച് 2023 $2.5 ബില്യണും CAGR 17% 2025 to 30 $5.6 ആയിട്ടാണ് ബില്യൺ ആയിട്ടാണ് വരുന്നത്. സോ ആസ് എ ഇനീഷ്യൽ സ്റ്റേജ് ഞങ്ങളെ ഗോ ടു മാർക്കറ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ക്യാമ്പയിൻ. ഞങ്ങളെ കേരളത്തിലെ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യ യൂത്തിനിടയിൽ പ്രോബയോട്ടിക്സ് എന്താണെന്നുള്ള എഡ്യൂക്കേഷൻ ക്യാമ്പയിൻ ഹെൽത്ത് ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ച് And yes, of course, let us hand it over to our judges, please. ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഗുഡ് ബഗോ അല്ലെങ്കിൽ അതേപോലത്തെ ഉള്ള പ്രൊഡക്ട്സുമായിട്ട് എന്താണ് ഡിഫറൻഷിയേറ്റിംഗ് ഫാക്ടർ? അതായത് നമ്മൾ ഇവിടുത്തെ ഫുഡ് ഹാബിറ്റിനെ അനലൈസ് ചെയ്തു. നമ്മളെ കേരളത്തിൻ്റെ ഫുഡ് ഹാബിറ്റിനെ അനലൈസ് ചെയ്തിട്ട് ഇപ്പോൾ എൻഡ്രോജെമിനിയ എന്നൊരു ബാക്ടീരിയൽ സ്ട്രെയിൻ ഉണ്ട്. അതിനോട് സാമ്യമായ ഒരു ബാക്ടീരിയൽ സ്ട്രെയിൻ ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. മീൻസ് ഒരു ഫുഡ് സയൻറ്റിസ്റ്റിനെ വെച്ചിട്ട് ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ ബാക്ടീരിയനെ നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ഈ ബോട്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇതെങ്ങനെയാണ്? ജസ്റ്റ് ഹെൽത്ത് ഡ്രിങ്ക് പോലെ ആയിട്ട് ഒരു 1 ഷോട്ട് ഡ്രിങ്ക് ആണ്. അത് വീക്കിലി 1 ടൈം കുടിച്ചാൽ മതി. അതിന് പ്രചോദനമായത് ഞങ്ങൾ പ്രീവിയസ്ലി പ്രൊജക്റ്റ് ഡ്രിങ്ക് കോ പറഞ്ഞ പ്രൊജക്റ്റ് ആയിരുന്നു. സോ കേരളത്തിലെ എക്കോസിസ്റ്റം നോക്കുകയാണെങ്കിൽ ഒരു ഹെവി മീൽ കഴിച്ചാൽ നമ്മളൊരു ഡ്രിങ്കിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. സോ നമ്മളിപ്പോൾ അതൊരു പ്രോബയോട്ടിക് ഡ്രിങ്ക് ആയാൽ നമ്മുടെ വയറ്റിലെ ബാഡ് ബാക്ടീരിയനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ എൻഡ്രോജെമിനെ പോലത്തെ ബാക്ടീരിയ ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഫ്ലേവറിങ് എങ്ങനെയാണ് ചെയ്യുന്നത്? ഫ്ലേവറിങ് അതായത് നാച്ചുറൽ ഫ്ലേവേർഡ് മീൻസ് നമ്മൾ പക്ക റിയൽ ഫ്രൂട്ട് ഫ്ലേവേർഡ് തന്നെയാണ് വരുന്നത്. ഇതുമൊക്കെ നമുക്ക് എത്താൻ കാരണം ഞങ്ങൾ ഡ്രിങ്ക് കോ എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ഇറക്കിയിരുന്നു. ഡ്രിങ്ക് കോ എന്ന് പറഞ്ഞാൽ നമ്മളെ മിൽക്ക് സർബത്തില്ലേ, പക്ഷെ അത് നമുക്ക് ബോട്ടിൽഡാക്കി വരുമ്പോൾ കുറേ സൈഡ് എഫക്ട്സ് മീൻസ് ആർട്ടിഫിഷ്യൽ കെമിക്കൽ യൂസ് ചെയ്യുകൊണ്ട് ഇത് ഭയങ്കര പ്രശ്നങ്ങളാണ്. അങ്ങനെ ഞങ്ങൾ കൂടുതൽ റിസർച്ച് ചെയ്തപ്പോഴാണ് ഈ പ്രോബയോട്ടിക്സ് എന്നുള്ള കൺസെപ്റ്റ് വന്നത്. പ്രോബയോട്ടിക്സ് നമ്മൾ കൂടുതൽ ആൾക്കാർ ചോദിക്കുമ്പോഴും ആകെ ആൾക്കാർക്ക് അറിയുന്ന ഒറ്റ കാര്യം മേഴ്സലീസിൻ്റെ ഐസ്ക്രീം മാത്രമേ ഉള്ളൂ. എന്താണ് പ്രോബയോട്ടിക്സ് എന്ന് ആർക്കും അറിയില്ല. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഷുഗർ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് മോങ് ഫ്രൂട്ട് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ സ്റ്റീവിയ യൂസ് ചെയ്യാം. സോ ഇതുവരെ ഞങ്ങളൊരു മിനിമം വയബിൾ പ്രോഡക്റ്റിലേക്ക് എത്തിയില്ല. വി ആർ ഇൻ ടു റിസർച്ച് ടു ഇറ്റ്. Thank you. Thank you so much. Quite an impactful idea. And now inviting onto the stage Ms. Alna Prashant. We are from Sahardaya College of Engineering Technology, second year biotechnology students. Myself Alna, this is my team, Ajiba, Savio, Angel Mary. Our idea is probiotic based nutraceutical for cancer patients. നമുക്കറിയാം ക്യാൻസറാണ് ഇപ്പോൾ ടോപ്പ് മോസ്റ്റ് വേൾഡ് വൈഡ് തന്നെ നിൽക്കുന്ന ഒരു ഡിസീസാണ് ക്യാൻസർ. അപ്പോൾ ആഫ്റ്റർ കീമോതെറാപ്പി ദേ എക്സ്പീരിയൻസിങ് ഗട്ട് ഹെൽത്ത് പ്രോബ്ലംസ് ആൻഡ് വീക്കൻ ഇമ്മ്യൂണിറ്റി. ഇതാണ് കറന്റ് സ്റ്റാറ്റസ്. ഇപ്പോൾ ഞങ്ങൾ മോസ്റ്റ്ലി എടുക്കുന്നത് ബ്രസ്റ്റ് ക്യാൻസർ ആൻഡ് കോളൺ ക്യാൻസർ ആണ്. ഞങ്ങൾ എടുത്തേക്കുന്ന പ്രോബയോട്ടിക് ബാക്ടീരിയ ബിഫിഡോബാക്ടീരിയ ലോംഗം ആൻഡ് ലാക്ടോബാസിലസ് അസിഡോഫിലസ്. ഈ ബോത്ത് സ്ട്രെയിൻസിന് ആൻറ്റി ക്യാൻസർ പ്രോപ്പർട്ടി ഉണ്ട്. അത് മാത്രമല്ല ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യും. പിന്നെ ഇതിന് റെഡ്യൂസിങ് കൊളസ്ട്രോൾ ലെവൽ ഓൾസോ. ഞങ്ങളിത് ഇൻകോപ്പറേറ്റ് ചെയ്യുന്നത് 2 ഫുഡ് പ്രൊഡക്റ്റ് ഫോമിലേക്കാണ്. ഒന്ന് പ്രോബയോട്ടിക് സൂപ്പ് ഹെലിക്സ്. ഇതെന്ന് വെച്ചാൽ ഒരു 2 സാഷ ഉണ്ട്. ഒരു സാഷയിൽ വെജിറ്റബിൾസ് ഡയഡ് വെജിറ്റബിൾസ് സിമിലർ ആൻറ്റി ക്യാൻസർ പ്രോപ്പർട്ടി ഉള്ളത്. പിന്നെ അത് കൂടെ തന്നെ പ്രീബയോട്ടിക് ആയിട്ട് ഇനിലിനും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ പിന്നെ അടുത്ത സാഷയിലാണ് ക്യാപ്സ്യൂളായിട്ടുള്ള നമ്മുടെ എൻക്യാപ്സുലേറ്റ് ചെയ്ത പ്രോബയോട്ടിക് ബാക്ടീരിയ. പിന്നുള്ളത് കിഡ്സിന് വേണ്ടിയിട്ടാണ് ജെല്ലി ക്രീം പ്ലീസ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുട്ടികളെ കാണിച്ചു കഴിഞ്ഞാൽ മെഡിസിൻ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള അതായത് അവർ മടി കാണിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു അട്രാക്റ്റീവ് മോഡിൽ ഒരു ജെല്ലി ലെയർ ആൻഡ് ക്രീം ലെയർ അങ്ങനെ ഒരു രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. അത് പ്രൊമോഗ്രനേറ്റ് പിന്നെ അതിലൊരു ക്രീം ലെയറിലാണ് ഞങ്ങൾ എൻക്യാപ്സുലേറ്റ് ചെയ്ത പ്രോബയോട്ടിക് ബാക്ടീരിയ. ഞങ്ങളുടെ പ്രൊഡക്റ്റ് യൂണിക് എന്ന് പറയാൻ ഒന്ന് ഈ പ്രൊഡക്റ്റ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ക്യാൻസർ പേഷ്യൻസ് ആണ്. പിന്നെ ട്രിപ്പിൾ ഇഫക്റ്റ് ആണ്. ഒന്ന് ആൻറ്റി ക്യാൻസർ പ്രോപ്പർട്ടി, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗ് ആൻഡ് റെഡ്യൂസിങ് കൊളസ്ട്രോൾ ലെവൽ ഓൾസോ. ദെൻ ഇത് ഇൻസ്റ്റൻറ്റ് ആൻഡ് കൺവീനിയൻ്റ് ആണ്. പിന്നെ ഈസിലി ഡൈജസ്റ്റബിൾ ആൻഡ് കൺസ്യൂമബിൾ.
Then one important thing is it's free from artificial preservatives and additives. ഞങ്ങൾ ടാർഗറ്റ് ഓഡിയൻസ് പറയുന്നത് ഫസ്റ്റ് ക്യാൻസർ പേഷ്യൻസ്, ജനറൽ പോപ്പുലേഷൻ, ഫുഡ് ഇൻഡസ്ട്രി. ക്യാൻസർ പേഷ്യൻ്റ് പറഞ്ഞ പോലെ തന്നെ കീമോതെറാപ്പി എക്സ്പീരിയൻസ് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ഫാമിലി ഹിസ്റ്ററിയിൽ ലൈക്കിൽ ചാൻസ്. Thank you so much. And now handing it over to the judges. ഇതുപോലത്തെ പ്രോഡക്റ്റ്സ് സിമിലർ മാർക്കറ്റിൽ അവൈലബിൾ ആണല്ലോ? അല്ല, ഈ 3 ട്രിപ്പിൾ എഫക്റ്റുള്ള ഈ ആൻറ്റി ക്യാൻസർ, ഇമ്മ്യൂണിറ്റി, കൊളസ്ട്രോൾ റെഡ്യൂസ് ചെയ്യണം, അങ്ങനെ ഒരു പ്രോഡക്റ്റ് ഇതുവരെ ഇല്ല മാർക്കറ്റിൽ. സോ ടെസ്റ്റിംഗ് നടത്തിയിട്ടുണ്ടോ? ടെസ്റ്റ് ഞങ്ങൾ പ്രോട്ടോടൈപ്പിലേക്ക് എത്തിയിട്ടില്ല. ഞങ്ങൾക്ക് ഫണ്ടിങ് ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. ഞങ്ങളുടെ ഫസ്റ്റ് ടൈം പ്രസൻറ്റേഷനാണിത്. ഞങ്ങളിപ്പോൾ ഒരു കൾച്ചർ വാങ്ങാൻ വെച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഫണ്ടിൽ നിന്ന് തന്നെ. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. താങ്ക് യു. Thank you so much for that very, very well thoughtful idea, and all the best to you. And now requesting the presence of Mr. Muhammad Swaleh. Hi, I am Muhammad Swaleh. എൻ്റെ സ്റ്റാർട്ടപ്പ് കാറ്റഗറി എന്ന് പറയുന്നത് സോഷ്യൽ വെൽഫെയർ ആൻഡ് പബ്ലിക് ഇമ്പാക്റ്റ് എന്നൊരു കാറ്റഗറി വരുന്നതാണ്. ഇതിൻ്റെ ഒരു 2 മാസം മുമ്പുള്ളൊരു റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇന്റർനെറ്റ് സെർച്ച് ഓൺ മെൻ്റൽ ഹെൽത്ത് 41% ഇൻക്രീസ്ഡ് ബൈ കമ്പയർഡ് ടു ദ ലാസ്റ്റ് ഇയർ. ഇത്രയും ഒരു ഗ്രോത്ത് മെൻ്റൽ സെർച്ച് ഇൻ്റർനെറ്റിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതേപോലെ ഒരുപാട് ഓർഗനൈസേഷൻസും കാര്യങ്ങളും അതേപോലെ പേഴ്സണലായിട്ട് ഒരുപാട് ആൾക്കാർ മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് കാര്യങ്ങൾക്കും ചെയ്യുന്നുണ്ട്. അപ്പം ഇവരൊക്കെ ഒന്ന് കണക്ട് ചെയ്യാന്ന് വെച്ചാൽ ഇതൊരു നമ്മളൊരു വൾണറബിലിറ്റി ആണ് എല്ലാവർക്കും. ഒരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ നോക്കുന്നതെന്ന് പറയുമ്പോൾ ഒരു വൾണറബിലിറ്റി എല്ലാവരിലും ഉണ്ട്. ഇത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മളൊരു സറൗണ്ടിങ്സ്, നമ്മൾ വളർന്നു വന്ന എൻവയോൺമെൻറ്റ്, നമ്മുടെ ഫാമിലി, നമ്മളെ ഇടപെടിയ ആൾക്കാർ, ഇങ്ങനെ എല്ലാം ബന്ധപ്പെട്ടിരിക്കും. സോ ഇതിനൊക്കെ ആയിട്ടൊരു സോഷ്യൽ പ്ലാറ്റ്ഫോം എക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക എന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് നീഡ്സ് ഉണ്ട്. ആൾക്കാർ ഡെയിലി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഡെയിലി ഓർഗനൈസേഷൻ കാര്യങ്ങളും ഓരോ കണ്ടന്റും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഒരു ആപ്പിലേക്ക് ആക്കുക എന്നതാണ്. ഇപ്പം പ്രൊഫഷണൽസ് ലിങ്ക്ഡിൻ ആപ്പ് യൂസ് ചെയ്യുന്ന പോലെ ഇത് കമ്പനീസും റിക്രൂട്ടേഴ്സും എല്ലാ ആൾക്കാരും ആ ഒരു ഇതിൽ കൊടുക്കയിൽ എന്ന പോലെയാണ് വർക്ക് ചെയ്യുന്നത്. ഇതേ കാര്യം തന്നെ ഈ ഒരു സോഷ്യൽ ആക്റ്റീവ് പ്ലാറ്റ്ഫോമിലും ഇംപ്ലിമെന്റ് ചെയ്താൽ ഇതൊരു ഡെയിലി ആക്റ്റീവായിട്ട് ഓർഗനൈസ് ചെയ്ത് നടന്നു പോകുമ്പം ഇതിനെ ഒരു നോർമലൈസ് മെത്തഡിലേക്ക് സെഗ്മെന്റിലേക്ക് എത്തിക്കാം. ഇതിനെ ഒരു നോർമൽ സെഗ്മെന്റിൽ എത്തിക്കുമ്പം ആൾക്കാർക്ക് ഇതിൻ്റെ ഒരു നീഡ്സ് എല്ലാവർക്കും ആവശ്യമായ ഒരു സെഗ്മെന്റ് ആണെന്നൊരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക എന്നൊരു കാര്യമാണ് ഇത് ചെയ്യുന്നത്. ആൻഡ് ആൾസോ ടെക്നോളജി ബേസ് നോക്കുകയാണെങ്കിൽ എമോഷണൽ ടെക്നോളജി, എമോടെക് സർവീസും ഇതിൽ അവൈലബിൾ ആക്കി കൊടുക്കാനാണ്. ആൻഡ് കൺസൾട്ടേഷൻസും കോഴ്സസ്, വർക്ക്ഷോപ്സ് കാര്യങ്ങൾ ഇതിൽ ഓർഗനൈസേഷൻ അവർക്ക് ഇതിൽ വർക്കൗട്ട് ചെയ്യാം. അങ്ങനെ ഒരു ആക്റ്റീവ് പ്ലാറ്റ്ഫോമാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. Thank you so much, and quite a need of the hour. Please No do. questions. Thank you. All right. No questions. It Thank seems. You have explained it well, it seems. All the very best to you. Kindly take over. And now joining with us, we have got Ms. Rinsa KH. Kindly join. Good afternoon. My name is Rinza. My team's name is Survivor, and I'm a BTech student and also a stroke survivor. My aim is to bring about an app/website where you can personalize all the physiotherapy exercises and have a genuine community with physiotherapists, neurosurgeons, neurotherapists, psychiatrists, and many more. My business motto is "You do not yield." It basically means that whatever life throws at you, you do not yield. You fight through it. The problem that we are facing right now is, according to World Health Organization, 15 million people suffer stroke each year, with 5 million people left dying and the other 5 million people completely paralyzed. The solution that I am aiming to bring about is, with my app, you can set a resume and progress tracking and have community that seek help. I talked with 2 customers, the mother and sister of a stroke survivor, and I also talked with a physiotherapist. She said that the future will greatly benefit from this app. As you can see, she said so many things, and I quote, it will be better, this app will be better for our generation. And the drawback of existing system is that no app or website
dispense mental health and physical health all together. That's why our app will be different from everyone else. And I conclude by saying that many people develop antisocial and post-traumatic stress disorders like depression, anxiety, post-traumatic PTSD, etc. And I felt useless and hopeless when I had stroke. I don't want anyone else to feel the same. That's why I came up with this idea. Thank you very much. I implore all of you to please consider. Brilliant, Rinsa, and cheers and respects to you. And with that, over to the judges. Yeah. So how are you planning to onboard either the physicians or those kind of people to this platform? Actually, I am close with a lot of physiotherapists, and I have talked with the physiotherapists. Like I made you say, like I conducted interviews and surveys on physiotherapists and some stroke patients. They said that they will help, and I can talk to other physiotherapists like I should, and I will talk to other physiotherapists. And with this app, I will bring about a great change in everyone. What is the target market? Sorry? What is the target market? Is it going to be in Kerala or is it going to be somewhere else? Actually, I'm going to start in Kerala, then whole India, and then the whole world actually. Because the incidence of stroke in India is much higher, and the treatment of stroke in India is much lesser. That's why I'm aiming for India first. Okay. Thank you. Thank you very much. An idea to take up the world? All right. Thank you so much, Rinsa. Means and matters a lot. All right. With that, inviting to join with us the last person to pitch the idea, Mr. Shibin K. Hi all, I'm Safwan, founder and CFO of Railroads. Actually, നമ്മളെല്ലാവരും യാത്ര ചെയ്യുന്നവരാണ്. യാത്ര ചെയ്യുമ്പോൾ ട്രെയിൻ ഉപയോഗിക്കുന്നവരാണ്. As per IRCTC, about 20 million travelers per day ട്രെയിൻ ഉപയോഗിക്കുന്നവരുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ആയിട്ട് കൂടെ അവിടെ ഒരുപാട് പ്രോബ്ലം ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പറയുകയാണെങ്കിൽ ഫുഡ് റിലേറ്റഡ് തന്നെ. അപ്പോൾ അതിൽ ഞങ്ങൾ കണ്ടുപിടിച്ച കുറേ പ്രോബ്ലംസ് ഉണ്ട്. മെയിൻലി പറയുകയാണെങ്കിൽ ഹൈജീൻ ഇഷ്യൂസ്. അത് പ്രിപ്പയർ ചെയ്യുന്നത് മുതൽ അത് കൊണ്ടുവരുന്ന ആളായിക്കോട്ടെ, അതിൻ്റെ ബേസിക് ഹൈജീൻ പോലും കീപ്പ് ചെയ്യാത്തവരാണ് പലരും. ഓക്കെ, അതുപോലെ തന്നെ കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു മീൽ ഓപ്ഷൻ. ഞാൻ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ ട്രാവൽ ജേണിയിൽ മുഴുവൻ എനിക്ക് കൊണ്ടുവന്ന് കഴിക്കാൻ, അത് ഡിസ്പോസ് ചെയ്യാനും പറ്റുന്ന ഒരു ഫുഡ് ഓപ്ഷൻ, അതും എൻ്റെ അഫോർഡബിൾ പ്രൈസിൽ കിട്ടുക എന്ന് പറയുന്നത്, അപ്പോൾ അവിടെ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം അതാണ്. അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ കൊണ്ടുവരാന്നുള്ള രീതിയിലാണ് ദാറ്റ്സ് വൈ വി വെർ ഹിയർ റെയിൽറോഡ്സ്. റെയിൽറോഡ്സ് എന്ന് പറയുന്നത് ഒരു അഫോർഡബിൾ ക്വിക്ക് സർവീസ് റെസ്റ്റോറൻറ്റ് ബ്രാൻഡാണ്. നമ്മൾ ഓഫർ ചെയ്യുന്നത് റാപ്സ് ആൻഡ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ആണ്. നമ്മൾ ലൊക്കേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ്റെ പ്രീമിസസ് ആൻഡ് ബസ് സ്റ്റേഷൻസ് ആണ്. നമ്മൾ ഇന്നോവേറ്റീവ് സൊല്യൂഷൻസ് എന്ന് പറയുന്നത് സ്ട്രിക്റ്റ് ഹൈജീനിക് സ്റ്റാൻഡേർഡ്സ്, അതുപോലെ തന്നെ 3 minute ഇൻസ്റ്റോർ ഡെലിവറി. ഔട്ട്ലെറ്റിൽ ഒരാൾ ഫുഡ് വന്നതിന് വെറും 3 minute കൊണ്ട് തന്നെ ഡെലിവറി ചെയ്യാൻ പറ്റുന്ന സിസ്റ്റം. ആൻഡ് കൺവീനിയൻറ്റ് ഫുഡ് ഒതുക്കോ നമ്മളെ പാക്കേജിങ് അതിനനുസരിച്ചാണ് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഹാൻഡ് വാഷ് ഫ്രീ ഫുഡ് സൊല്യൂഷൻ ആൻഡ് അഫോർഡബിലിറ്റി. വെറും 49 രൂപയ്ക്കാണ് നമ്മൾ മെനു സ്റ്റാർട്ട് ചെയ്യുന്നത്, 49 to 199 വരെ. നമ്മളുടെ USPs എന്ന് പറയുന്നത് സ്റ്റാൻഡർഡൈസ്ഡ്, ഹൈജീനിക്, ഈസി ടേക്ക് അവേ ഫുഡ് ഓപ്ഷൻ ആൻഡ് ഹാൻഡ് വാഷ് ഫ്രീ. നമ്മളതൊരു നോ ഷെഫ് റെസ്റ്റോറൻറ്റ് മോഡലാണ്. നമ്മൾ ഫുഡ് എല്ലാം പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് യൂസ് ചെയ്തിട്ടാണ്. ആൻഡ് നമ്മൾ ഇൻഗ്രീഡിയൻസ് എല്ലാം നാഷണൽ ലെവൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് എടുത്തുകൊണ്ട് തന്നെ അതൊരു ഈസി സ്കെയിലബിൾ മോഡലായിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മളുടെ ടാർഗറ്റഡ് ഓഡിയൻസ് എന്ന് പറയുന്നത് ട്രാവലേഴ്സ്, ബിസി ആയിട്ട് ട്രാവലേഴ്സ്, അതുപോലെ തന്നെ നമ്മളുടെ സ്റ്റുഡൻസ് ആൻഡ് ഹെൽത്ത് കോൺഷ്യസ് കൺസ്യൂമേഴ്സ് ആണ് നമ്മുടെ ഇത് വരുന്നത്. പിന്നെ നമ്മൾ മൈൽ സ്റ്റോൺസ് എന്ന് പറയുന്നത് മോർ ദാൻ ക്ലോസ് ടു 6,000 ട്രാവലേഴ്സിനെ നമ്മൾ സർവ് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് നമ്മൾ ഷാർക്ക് ടാങ്കിൻ്റെ ഷോർട്ട് ലിസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്പ്. Thank you so much, and over to you, judges. And quite interesting. നിങ്ങളിപ്പോൾ ട്രെയിൻസിൻ്റെ കേസ് പറഞ്ഞു, ലൈക്ക് നിങ്ങളിവിടെ ഓൾറെഡി സ്റ്റാൾ ഇട്ടിട്ടുണ്ട്. അതെ. അപ്പോൾ ലൈക്ക് ട്രെയിനിൻ്റെ കേസിൽ ഇപ്പം എന്താണ് നിങ്ങളുടെ സ്റ്റാറ്റസ്, റെയിൽവേ സ്റ്റേഷനിലെ സ്റ്റാറ്റസ്? ഇപ്പോഴത്തെ സ്റ്റാറ്റസ് കറണ്ട് ലാസ്റ്റ് 2 months നമ്മൾ ഓപ്പറേഷണലി പ്രോഫിറ്റബിൾ ആണ്. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ഒരു 5 years ഒരു 450 ഔട്ട്ലെറ്റ്സ് കൊണ്ടുവന്ന് ഇന്ത്യയിലെ ട്രാവലേഴ്സിന് ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം സോൾവ് ചെയ്യാന്നുള്ളതാണ് ഞങ്ങളുടെ ഡ്രീം. സോ ഇതിൽ നിങ്ങൾ ആപ്പ് ത്രൂ ആണോ, എങ്ങനെയാണ് ബുക്കിംഗ്സ് എടുക്കാൻ നോക്കുന്നത്? നമുക്ക് ഇൻസ്റ്റോർ റവന്യൂ ഉണ്ട്. അതായത് നമ്മൾ ഫിസിക്കൽ ഔട്ട്ലെറ്റ് എല്ലാ റെയിൽവേ സ്റ്റേഷൻ്റെ പ്രീമിസസിലും റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലുണ്ടാവും. പിന്നെ നമുക്കൊരു വെബ് ആപ്പ് ത്രൂ ഇപ്പോൾ കറണ്ട്ലി വർക്കിംഗ് ആണ്. ഇപ്പോൾ കറണ്ട്ലി നമ്മൾ പ്രീ ഓർഡറിംഗ് സർവീസ് ഉണ്ട്, അത് വാട്സപ്പ് ത്രൂ ആണ് നടക്കുന്നത്. ആൻഡ് വിത്തിൻ എ മന്ത് അത് വെബ് ആപ്പിലോട്ട് കൺവേർട്ട് ചെയ്യും. ആൻഡ് ആഫ്റ്റർ 6 months നമ്മളൊരു റെസ്പോൺസിബിൾ ആൻഡ്രോയിഡ് ആൻഡ് iOS ആപ്പിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ് പ്ലാൻ. ഇനീഷ്യലി ഇപ്പോൾ ഒരു ട്രാവലർ വന്നു കഴിഞ്ഞാൽ 3 minutes നമ്മളെ ഷോപ്പിൽ വെയിറ്റിംഗ് ഉണ്ട്. അതൊരു പ്രീ ഓർഡറിംഗ് സിസ്റ്റം കൊടുന്ന് വിത്തിൻ 30 seconds കൊണ്ട് ഒരാൾക്ക് ഗ്രാബ് ആൻഡ് ഗോ ചെയ്യാൻ പറ്റണം എന്നാണ്.
താങ്ക് യു. All the best to you, and yes, if in case any of you wants to try, they have the stall out there. So thank you so much once again, and all the very best wishes to you. So with that, നമുക്ക് ഇതുവരെ നമുക്ക് വേണ്ടി ഐഡിയ പ്രസന്റ് ചെയ്ത നമ്മുടെ all that young entrepreneurial minds ന് വേണ്ടിയിട്ട് let's put our hands together. Come on, let's bring some energy to the room.